എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ ഇവിടെ ധ്യാനം, വചനത്തിന് പ്രാധാന്യം കൊടുക്കണം എന്ന് തന്നെ പറഞ്ഞുകൊണ്ടാണ് ഈ ധ്യാനം ഇവിടെ ആരംഭിച്ചത്. ഈ വാക്യമായിരുന്നു യോഹന്നാന്റെ സുവിശേഷത്തിൻ്റെ 1-ാമത്തെ അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം ആണ് ഇവിടെ വായിച്ചത്. നമുക്കറിയാം, വളരെയേറെ പ്രയോജനപ്രദവും ഒത്തിരി ദൈവാനുഗ്രഹം നിറഞ്ഞതും വളരെയേറെ കൃപ ഒഴുകിയതുമായിട്ടുള്ള 4 ദിനങ്ങളാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ നമ്മൾ കണ്ടത്. ഈ ധ്യാനം വളരെ ലളിതമായിട്ട് അവരുടെ ഒത്തിരി അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ വളരെ ലളിതമായി എല്ലാവർക്കും ഗ്രഹിക്കാവുന്ന രീതിയിൽ, കൊച്ചുകുട്ടികൾക്ക് പോലും ഗ്രഹിക്കാവുന്ന രീതിയിൽ വളരെ മനോഹരമായിട്ടായിരുന്നു ഈ ധ്യാനം ഈ 4 ദിവസങ്ങളിലും ഇവിടെ നടത്തപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ഈ 4 ദിവസങ്ങൾ വളരെ പെട്ടെന്ന് കടന്നു പോയതായിട്ട് നിങ്ങളിൽ പലർക്കും അനുഭവപ്പെട്ടിട്ടുണ്ട്. ഞാനും അങ്ങനെ തന്നെ ചിന്തിക്കുകയായിരുന്നു. ആദ്യത്തെ ദിവസം സോജനച്ചൻ പറഞ്ഞായിരുന്നു, ഈ വാർഷിക ധ്യാനം നമ്മുടെ ഒരു തിരിഞ്ഞുനോട്ടമാണ്. നമ്മുടെ ഉള്ളിലേക്ക് തന്നെ നമ്മളൊന്ന് തിരിഞ്ഞു നോക്കുകയാണ്. നമ്മൾക്ക് കഴിഞ്ഞ കാലങ്ങളിലുണ്ടായ കുറവുകൾ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലുണ്ടായിരുന്ന വീഴ്ചകൾ, ഇതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കാനുള്ളൊരു സമയമാണ്. അതേ തുടർന്ന് തന്നെയാണ് നമ്മുടെ ജോബിനിച്ച് സംസാരിച്ചപ്പോൾ പറഞ്ഞു, നമ്മൾ ആയിരിക്കുന്ന അവസ്ഥയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം. നമ്മളായിരിക്കേണ്ട അവസ്ഥയിലാണോ നമ്മളായിരിക്കുന്നത്? അപ്പം അപ്പം ഞാൻ ശരിക്കും പറഞ്ഞാൽ അത് ജോബിനിച്ചും പറഞ്ഞു, ഈ ധ്യാനം ഇവിടെ തീരുന്നില്ല. ശരിക്കും ഒരു വലിയൊരു ചിന്തയുടെ ഇത് നമുക്ക് ഇട്ട് തരികയാണ് ചെയ്തത്. കാരണം ഞാനപ്പോൾ ഞാനായിരിക്കുന്ന അവസ്ഥയാണ്. അപ്പോൾ നമ്മൾ ഓരോരുത്തർ ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, നമ്മളായിരിക്കേണ്ട അവസ്ഥയിലല്ല എന്നുള്ളത്. അപ്പോൾ ഈ നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ആയിരിക്കേണ്ട അവസ്ഥയിലേക്കുള്ള ദൂരം, അത് നമ്മൾ ഓരോരുത്തരുമാണ് ചിന്തിക്കേണ്ടത്. ഈ ദൂരം നമ്മൾ സഞ്ചരിച്ചേ പറ്റും. സ്വർഗ്ഗരാജ്യത്തിലേക്ക് പോകണമെങ്കിൽ നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ആയിരിക്കേണ്ട അവസ്ഥയിലേക്ക് നമ്മൾ സഞ്ചരിക്കണം. 2-ാമത്തെ ദിവസം നമുക്ക് കൂടുതലും ക്ഷമയെക്കുറിച്ചും അതുപോലെ നമുക്ക് കുമ്പസാരിക്കാം. നമ്മൾ കുമ്പസാരിക്കുമ്പോൾ ഉണ്ടാകുന്ന അപാകതകളെക്കുറിച്ചൊക്കെ നന്നായിട്ട് പറഞ്ഞു തന്നു. അതുപോലെ അതിൻ്റെ ആരാധന, 2-ാം ദിവസം ആരാധനകളെല്ലാം വളരെ ഒത്തിരി അനുഭവമുള്ളതാണ്. പക്ഷേ 2-ാം ദിവസത്തെ ആരാധന നമുക്ക് ഒത്തിരിയേറെ ഒരു അനുഭവം നൽകിയതാണ്. അതുകൊണ്ട് ഒരു പങ്കെടുത്ത എല്ലാവർക്കും ഒരു നല്ല കുമ്പസാരം നടത്താനായിട്ട് സാധിച്ചു എന്ന് ഞാൻ കരുതുന്നു. ഇന്നലെയാണെങ്കിലും നമുക്ക് ആദ്യത്തെ സെഷനിൽ, ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകണം, സമയം കളയുന്നില്ല. ആദ്യത്തെ ഇതിൽ നമുക്ക് വിശുദ്ധ കുർബാന നമ്മൾ സ്വീകരിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന, നമ്മുടെ ഈശോയുടെ തിരുശരീരവും തിരുരക്തവുമാണ് നമ്മൾ സ്വീകരിക്കുന്നത്. ആ കുർബാന സ്വീകരിച്ചിട്ട് ഇപ്പോൾ പലപ്പോഴും അങ്ങനെ ചിന്തിച്ചപ്പോൾ ഞാൻ ഓർത്തു, ശരിയാണ്, നമുക്ക് പലപ്പോഴും ചിലപ്പോൾ ഒരു യാന്ത്രികമായി പോകാറുണ്ട്. പലപ്പോഴും നമ്മളുടെ ആരും കുറ്റമല്ല, പക്ഷെ അങ്ങനെ പലപ്പോഴും ഒക്കെ അങ്ങനെ സംഭവിക്കുന്നുണ്ട്. യേശുവിൻ്റെ ശരീരവും രക്തവുമാണ് നമ്മൾ സ്വീകരിക്കുന്നത് എന്നുള്ളൊരു ബോധ്യം, അതായിരുന്നു ആദ്യത്തെ സെഷൻ്റെ ക്ലാസ്. 2-ാമത്തെ ജോബിനച്ചൻ ഇന്നലെ സഹനങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത്. സഹനങ്ങളെ നമ്മളെങ്ങനെ സ്വീകരിക്കണം. അപ്പോൾ നമ്മൾ തന്നെ നമുക്ക് ഉണ്ടാക്കി വെക്കുന്ന സഹനങ്ങളുണ്ട്, അതുപോലെ മറ്റുള്ളവർ, അങ്ങനെ കുറേ ഉദാഹരണങ്ങൾ പറഞ്ഞു. അതങ്ങനെയൊക്കെ നമ്മളുടെ ജീവിതത്തിലുണ്ടാകുന്ന സഹനങ്ങളെ ജീവിതത്തിൻ്റെ ഭാഗമായി ദൈവഹിതമായിട്ട് കണക്കാക്കി അതിനെ സ്വീകരിക്കണം എന്നുള്ള ഒരു ചിന്തയായിരുന്നു. അപ്പോൾ ഒരുപാട് ചിന്തകളുണ്ട്. അപ്പോൾ ജോബിനച്ചൻ ഇന്ന് പറഞ്ഞത് ശരിയാണ്, നമ്മുടെ ധ്യാനം തീരുകയല്ല. ഈ ചിന്തകളൊക്കെ നമ്മുടെ മനസ്സിലിട്ടുകൊണ്ട് നമ്മൾ ഇത് ആലോചിച്ച് ചിന്തിക്കുക എന്നുള്ളതാണ്. ചിന്തിച്ച് ആ മാറ്റങ്ങൾ ഉൾക്കൊള്ളുക, അതാണ് ഇതിലും. അതിന് ഉദാഹരണമായിട്ട് ജോബിൻ്റെ പുസ്തകത്തിൽ നിന്നാണ് പറഞ്ഞത്. ജോബ് ഞാൻ പലപ്പോഴും വായിച്ചിട്ടുള്ളൊരു പുസ്തകമാണ് ജോബിൻ്റെ പുസ്തകം. വളരെയേറെ നമുക്ക് നല്ലൊരു അനുഭവമാണ്. സഹനങ്ങളെക്കുറിച്ച് കൂടുതൽ മനോഹരമായിട്ട് അതിനകത്ത് വിവരിക്കുന്നുണ്ട്. ജോബിൻ്റെ ഭാര്യ പോലും ജോബിനെ കുറ്റപ്പെടുത്തുമ്പോൾ നിങ്ങൾക്ക് അത്രയേറെ സഹനങ്ങളാണ് അയാളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. അപ്പം ജോബ് പറയുന്നുണ്ട്, നീ ഭോഷത്വം പറയുന്നു, ദൈവത്തിൽ നിന്ന് നന്മ മാത്രം സ്വീകരിച്ച് നാം തിന്മ സ്വീകരിക്കും. ഇന്നത്തെ കുറിച്ച് ഞാനെന്ന് പറഞ്ഞതിലെല്ലാം നമ്മുടെ കുടുംബജീവിതത്തെക്കുറിച്ചും അതുപോലെ മാതാവിൻ്റെ കാര്യങ്ങളെക്കുറിച്ചുമൊക്കെ പറഞ്ഞു. വളരെ മനോഹരമായിരുന്നു. എല്ലാവർക്കും വളരെയേറെ നല്ല രീതിയിൽ പ്രയോജനപ്പെട്ടു എന്ന് ഞങ്ങൾ ഉറച്ച് വിശ്വസിക്കുന്നു. ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു. അതുപോലെ നിങ്ങൾക്കും അത്രയും വലിയൊരു അനുഭവമാണ് ഈ ധ്യാനം കൊണ്ടുണ്ടായിട്ടുള്ളത്.
ശരിക്കും പറഞ്ഞാൽ ഈ അടുത്ത കാലത്ത് ഞാൻ കൂടിയിട്ടുള്ളതിൽ ഏറ്റവും മനോഹരമായ നല്ലൊരു അനുഭവം ഉണ്ടായ ഒരു ധ്യാനമായിരുന്നു ഈ 4 ദിവസവും. അതിന് ജോബിനച്ഛനും സഹോദരത്തിനും പ്രത്യേകമായിട്ട് നന്ദി പറയുകയാണ്. ഈ ഇടവകയുടെ എല്ലാവരുടെയും പേരിലുള്ള നന്ദി അർപ്പിക്കുന്നു. അതുപോലെ ഈ വചനത്തിൻ്റെ വെളിച്ചം ഇതുപോലെ ഇത് തുടരട്ടെ. 18ാമത്തെ ധ്യാനമാണെന്ന് ജോബിനച്ഛൻ പറഞ്ഞായിരുന്നു. അപ്പോൾ ഈ വചനത്തിൻ്റെ വെളിച്ചം അനേകരിലേക്ക് പകരാനും അവരെ ഒത്തിരി ആത്മാക്കളെ നേടാനുമായിട്ടുള്ള വലിയ ദൈവാനുഗ്രഹം എല്ലാ തുകയും ഈ 2 വൈദികർക്ക് ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അതുപോലെ ഈ ധ്യാനത്തിന് സഹായിക്കാനായിട്ട് നമ്മുടെ മനോഹരമായ ഗാനങ്ങൾ ആലപിച്ച സഹോദരൻ സിറിലിന് പ്രത്യേകമായിട്ട് ഈ അവസരത്തിൽ ഇടവകയുടെ പേരിൽ നന്ദി പറയുകയാണ്. എല്ലാറ്റിലും ഉപരിയായിട്ട് ഈ ധ്യാനം നമുക്കായിട്ട് ഒരുക്കി തന്ന നല്ലൊരു ടീമിനെ വാർഷിക ധ്യാനത്തിനായിട്ട് നമുക്കിവിടെ തന്ന നമ്മുടെ വികാരിയച്ഛനും വളരെ ഏറ്റവും സ്നേഹ ബഹുമാനത്തോടെ നന്ദി അർപ്പിച്ചുകൊണ്ട് ഞാൻ വാർത്തക്കുന്നു.